എന്നെ സ്നേഹിച്ച നിന്റെ സ്നേഹമത്രയോ ആശ്ചര്യം. നിന്റെ പാപശാപങ്ങൾ ജീവനാൽ എന്നെ നിറച്ചല്ലോ. എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും നിന്നെ മാത്രം ഞാൻ സേവിക്കും. എന്റെ പ്രാണനായകനേശുവേ, നിന്റെ സ്നേഹം നീ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 22-ാം സങ്കീർത്തനം 23-ാം വാക്യം. യഹോവ ഭക്തന്മാരെ അവനെ സ്തുതിപ്പീൻ, യാക്കോബിൻ്റെ സകല സന്തതികളുമായുള്ളവരെ അവനെ മഹത്വപ്പെടുത്തുവീൻ, ഇസ്രായേലിൻ്റെ സർവ്വ സന്തതിയുമായുള്ളവരെ അവനെ ഭയപ്പെടുവീൻ. യഹോവയെക്കുറിച്ചുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാവുന്നു. ആ ഭയം ഒരു പേടിയല്ല, ബഹുമാനപുരസ്സരമുള്ള ആരാധനയാണ്. ഇവിടെ ദാവീദ് സകലരെയും ദൈവത്തെ സ്തുതിപ്പാനും അവനെ മഹത്വപ്പെടുത്തുവാനും അവനെ ഭയപ്പെടുവാനും ആഹ്വാനം ചെയ്യുകയാണ്. കൃപയാൽ രക്ഷിക്കപ്പെട്ട യഹൂദനും ജാതിയും നമ്മുടെ രക്ഷയുടെ ദൈവത്തെ സ്തുതിക്കുന്നതിൽ ഒത്തു ചേരുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവർ എന്നുള്ളത് സുവിശേഷ പ്രഘോഷണത്തിലൂടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നവർ, പ്രത്യേകിച്ച് വിജാതീയർ ഇവിടെ പരാമർശിക്കുന്നു. അവർ ഭയത്തോടെയാണ് ദൈവത്തെ ആരാധിക്കുന്നത്. അവരെപ്പോലെ നാമും ദൈവത്തെ ഭയത്തോടെ ആരാധിക്കുവാനാണ് സങ്കീർത്തനക്കാരൻ ആവശ്യപ്പെടുന്നത്. പ്രിയ സ്നേഹിതരെ, നമുക്ക് ദൈവത്തെ ഭയത്തോടും വിറയലോടും കൂടി ആരാധിക്കാം, അവനെ മഹത്വപ്പെടുത്താം. അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമാണ്. പ്രാർത്ഥിക്കാം. കർത്താവെ, ഭയത്തോടെ നിന്നെ സ്നേഹിപ്പാനുള്ള കൃപ ഈ നാളുകൾ ഞങ്ങൾക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.